Hi everyone, welcome to Krish Talks. യുവൽ നോവ ഹരാരി എഴുതിയിട്ടുള്ള നോളജ് ഈസ് പവർ എന്നുള്ള ഒരു എസ്സേ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു പാഠഭാഗം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. വളരെ ലെങ്തി ആണ്. നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകാത്ത ഒരു രീതിയിലാണ് നമ്മുടെ ചാപ്റ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും ഉൾക്കൊള്ളിച്ച് ഞാനിവിടെ സ്ക്രീനിൽ പോയിന്റ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പോയിന്റ് വൈസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവുകയും അതേപോലെ തന്നെ എക്സാമിന് അത് പഠിക്കാൻ ഈസി ആവുകയും ചെയ്യും. അപ്പോൾ ഞാൻ സ്ക്രീനിൽ ആദ്യം തന്നെ ഈ ഒരു ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റൈറ്റർ ഇതിലൂടെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ തീം എന്താണ്, ഈ വക കാര്യങ്ങൾ ഞാൻ ഇൻട്രൊഡക്ഷനിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ഒരു മൊത്തം പാഠഭാഗത്തിന്റെ ഷോർട്ട് സമ്മറി എന്ന് പറഞ്ഞിട്ടും കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ എൻറ്റയർ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും സിമ്പിൾ ആയിട്ട് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ഏറ്റവും ലാസ്റ്റ് കൺക്ലൂഷനായിട്ടും ഒരു ചെറിയൊരു പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് മൊത്തം നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ചാപ്റ്ററിൽ നിന്നൊക്കെ എസ്സേ ഒക്കെ സ്കോപ്പ് ഉള്ളതാണ്. എസ്സേ ചോദിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ എസ്സേ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ പോയിന്റ്സ് ഇൻട്രൊഡക്ഷനും ഷോർട്ട് സമ്മറിന്നും കൺക്ലൂഷനിൽ നിന്നും ഒക്കെ നിങ്ങൾ എടുത്ത് ഒരു 5 പാരഗ്രാഫ് ഉള്ള ഒരു എസ്സേ ആക്കി എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പോയിന്റ്സ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എഴുതിയെടുക്കുകയോ ചെയ്യാം. നിങ്ങൾ പോയിന്റ്സ് ഒന്ന് എഴുതിയെടുക്കുകയോ ചെയ്താൽ മതി. അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യാം. അപ്പം നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ഇതൊരു എസ്സേ ആണ്. യുവൽ നോവ ഹരാരി ആണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഇൻട്രൊഡക്ഷൻ പോർഷൻ ഒന്ന് നിങ്ങൾ നോക്കാട്ടെ, എന്താണ് ഇതിൽ പറയുന്നത് നമുക്ക് നോക്കാം. നോളജ് ഈസ് പവർ ഈസ് ആൻ എക്സെപ്റ്റ് ഫ്രം സാപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ്. അതായത് സാപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്നതിൽ നിന്ന് എടുത്ത ഒരു പോർഷനാണ്, ഒരു എസ്സേ പോർഷനാണ് നോളജ് ഈസ് പവർ എന്നുള്ള നമ്മുടെ പാഠഭാഗം. ദിസ് ചാപ്റ്റർ ഡിസ്കസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസും ടെക്നോളജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത്. നമ്മൾ ചാപ്റ്റർ ഒന്ന് പറഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യും. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അടുത്ത പോയിന്റ്, ഹരാരി സേസ് ദാറ്റ് ഓൾ ടെക്നോളജീസ് ആർ നോട്ട് ഡെവലപ്ഡ് ബൈ സയന്റിഫിക് റിസർച്ച്. ഇപ്പോൾ ഉള്ള എല്ലാ ടെക്നോളജീസും സയന്റിഫിക് റിസർച്ച് വഴി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതല്ല. Sometimes uneducated craftsmen create new technologies using trial and error method. Trial and error മെത്തേഡിലൂടെ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ക്രാഫ്റ്റ്സ്മാനുകളും ഒരുപാട് ടെക്നോളജീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. Today, scientific research and technological development are mainly in the field of defense and wars are scientific productions. അതായത് ഇന്ന് ശാസ്ത്ര ഗവേഷണവും അതേപോലെ തന്നെ സാങ്കേതിക പുരോഗതിയും ഒക്കെ നടക്കുന്നത് പ്രധാനമായിട്ടും പ്രതിരോധ മേഖലയിലാണ്. ഇപ്പൊ യുദ്ധങ്ങളെല്ലാം തന്നെ നമ്മുടെ ശാസ്ത്രത്തിന്റെ പ്രൊഡക്ഷൻസ് ആണെന്നാ പറയണത്, ഉൽപ്പന്നങ്ങളാണ് യുദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നത് ഈ ഒരു ശാസ്ത്രം ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ്, അതിൽ നിന്നാണ് യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അടുത്തത്, നോളജ് ഈസ് പവർ ക്രിട്ടിക്കലി ഇവാലുവേറ്റ്സ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ന്യൂ ടെക്നോളജീസ് ടു മേക്ക് ന്യൂ വെപ്പൺസ്. പുതിയ ടെക്നോളജീസ് പുതിയ വെപ്പൺസ് ആയിട്ട് മാറുന്ന ഒരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് ഈ ഒരു പാഠഭാഗത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇൻ ദിസ് ചാപ്റ്റർ നോളജ് ഈസ് പവർ, യുവൽ നോവ ഹരാരി very convincingly tell us how knowledge becomes power, especially in the modern warfare. അതായത് നോളജ്, നമ്മുടെ ആ ഒരു നോളജ് എങ്ങനെ പവർ ആയിട്ട് മാറുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഹരാരി ഇതിൽ പറയുന്നുണ്ട് എന്നാ പറയണേ. പക്ഷെ അദ്ദേഹം തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്താണ്, സയൻസ് ഈസ് നോട്ട് ഓൺലി അബൌട്ട് വെപ്പൺസിനെ കുറിച്ചുള്ള കാര്യം മാത്രമല്ല സയൻസ് എന്നുള്ളതും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അടുത്ത പോയിന്റ് നോക്കുക. ഇൻ 1620 ഫ്രാൻസിസ് ബേക്കൺ പബ്ലിഷ്ഡ് എ സയന്റിഫിക് മാനിഫെസ്റ്റോ ടൈറ്റിൽഡ് ദ ന്യൂ ഇൻസ്ട്രുമെന്റ്. ഫ്രാൻസിസ് ബേക്കൺ എന്ന് പറഞ്ഞ ആള് ഒരു മാനിഫെസ്റ്റോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ദ ന്യൂ ഇൻസ്ട്രുമെന്റ് എന്നായിരുന്നു അതിന്റെ പേര്. അതില് നമ്മുടെ ഫ്രാൻസിസ് ബേക്കൺ ആണ് ആർഗ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് നോളജ് ഈസ് പവർ എന്നുള്ളത് ആർഗ്യൂ ചെയ്തത് അദ്ദേഹമാണ്. ഓക്കെ, ദ റിയൽ ടെസ്റ്റ് ഓഫ് നോളജ് ഈസ് യൂട്ടിലിറ്റി, എ തിയറി ദാറ്റ് എനേബിൾസ് us to do new things is knowledge. അതായത് നമ്മുടെ നോളജിനെ ടെസ്റ്റ് ചെയ്യുന്നത്
അതിൻ്റെ എന്താ പറയുക യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ ഉപയോഗമാണല്ലോ. അപ്പോൾ ഉപയോഗത്തിലൂടെയാണ് നോളജിനെ ടെസ്റ്റ് ചെയ്യുന്നത് എന്നാ പറയുന്നത്. അതേപോലെ തന്നെ അതിൽ പറയുന്നത് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം നോളജ് ആണെന്നാ പറയുന്നത്. നമുക്ക് നോളജ് ഉണ്ടെങ്കിലേ പുതിയ പല കാര്യങ്ങളും നമുക്ക് പരീക്ഷിക്കാനും നമ്മളെ എന്താ പറയുക പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നത് നോളജ് തന്നെയാണ് അല്ലെ. അപ്പൊ അതാണ് അവസാന വരിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് ആൻഡ് ടെക്നോളജിന്റെ റിലേഷൻഷിപ്പ് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിലൂടെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇതിൽ ബോൾഡിൽ കൊടുത്തിരിക്കുന്ന ലൈൻസ് അതേപോലെ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻസോട് കൂടി പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് കേട്ടോ. ഇനി നമ്മുടെ പാഠഭാഗത്തിന്റെ ഷോർട്ട് സമ്മറി നോക്കാം. പക്ഷെ ഇൻട്രൊഡക്ഷനിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കേട്ടോ. ഇനി ഷോർട്ട് സമ്മറി നോക്കുകയാണെങ്കിൽ സയൻസ് ഹാസ് ഗിവൺ us മെനി ന്യൂ ടൂൾസ്. നമുക്ക് സയൻസ് ഒരുപാട് പുതിയ ടൂൾസ് തന്നിട്ടുണ്ട്. സം ആർ മെന്റൽ ടൂൾസ് വിച്ച് ആർ യൂസ് ടു പ്രിഡിക്ട് ഡെത്ത് റേറ്റ്സ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. എക്കണോമിക് ഗ്രോത്ത് എത്രത്തോളമാണ്, ഡെത്ത് റേറ്റ്സ്, ഇതൊക്കെ പ്രിഡിക്ട് ചെയ്യാനും അത് മെഷർ ചെയ്യാനും വേണ്ടിയിട്ട് ഒരുപാട് മെന്റൽ ടൂൾസും നമുക്ക് സയൻസിലൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടെക്നോളജിക്കൽ ടൂൾസ് ആർ മോർ ഇമ്പോർട്ടൻറ്റ്. സയൻസ് ടൂൾസ് ഉണ്ട്, അതേപോലെ തന്നെ ടെക്നോളജിക്കൽ ടൂൾസും ഉണ്ട്. ടെക്നോളജിക്കൽ ടൂൾസ് ആണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദ കണക്ഷൻ ബിറ്റ്വീൻ സയൻസ് ആൻഡ് ടെക്നോളജി ഇസ് സോ സ്ട്രോങ്. അതായത് സയൻസ് ടൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ, ടെക്നോളജിക്കൽ ടൂൾസും ഉണ്ട്. കാരണം ഇത് തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. സയൻസും ടെക്നോളജിയും നമുക്കറിയാം അല്ലെ, സയൻസ് ആൻഡ് ടെക്നോളജി ഇന്റർ റിലേറ്റഡ് ആണെന്ന് നമുക്കറിയാം. ദാറ്റ് മെനി പീപ്പിൾ ഹാർഡ്ലി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദം. Prior to 1500, science and technology were separate field ആയിരുന്നു ഈ എന്താ പറയുക സയൻസും ടെക്നോളജിയും. വെൻ ഫ്രാൻസിസ് ബേക്കൺ ആണ് കേട്ടോ, ഫ്രാൻസിസ് ബേക്കൺ കണക്റ്റഡ് ദ ടു. ഇറ്റ് വാസ് എ നോവൽ ഐഡിയ. അപ്പോൾ ഫ്രാൻസിസ് ബേക്കൺ ആണ് ഇത് രണ്ടിനെയും കണക്ട് ചെയ്യുന്നത്. ആസ് ടൈം പാസ്ഡ് this relationship got closer and they were tied together in the 19th century. 19th century ആയപ്പോഴേക്കും അവർ രണ്ടുപേരും തമ്മിൽ അത്രയധികം ക്ലോസ് ആയി, വളരെയധികം കണക്റ്റഡ് ആയി എന്ന് പറയുന്നു. ഇനി നോക്കുക, ഈവൻ ഇൻ 1800, അത് കഴിഞ്ഞ് 1800 ഒക്കെ ആയപ്പോൾ the rulers who wanted a powerful army or businessmen who wanted successful businesses would not finance research in physics, biology or economics. അതായത് അതിൽ പറയുന്നത് ഈ 1800 കാലഘട്ടത്തിൽ നല്ല പവർഫുൾ ആർമി ഒക്കെ വേണ്ടിയിരുന്ന റൂളേഴ്സ് ആയാലും നല്ല ബിസിനസ് വേണ്ടിയിരുന്ന ബിസിനസ് മാനുകളായാലും അവരുടെ പൈസയൊന്നും ഈ ഫിസിക്സ്, ബയോളജി, എക്കണോമിക്സിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ തയ്യാറായിരുന്നില്ല. അല്ലെങ്കിൽ അവരുടെ കയ്യിൽ അതിനുള്ള പണം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ട് പണം മുടക്കുമായിരുന്നു കേട്ടോ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പണം മുടക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു പരീക്ഷണം ചെയ്യാൻ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ കണ്ടെത്താൻ സയൻസിൽ, ബയോളജിയിൽ, എക്കണോമിക്സിൽ ഇതിന് വേണ്ടിയിട്ടൊക്കെ പണം മുടക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അവർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി പണം മുടക്കിയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതേ നോക്കുക, റൂളേഴ്സ് ഫിനാൻസ്ഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു സ്പ്രെഡ് ട്രഡീഷണൽ നോളജ് ടു മെയിൻറ്റെയിൻ ദ എക്സിസ്റ്റിംഗ് ഓർഡർ. ഇപ്പം നമ്മുടെ നിലവിലുള്ള അവരുടെ ആ ഒരു ട്രഡീഷണൽ നോളജ് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടി അവർ പണം മുടക്കിയിരുന്നത്. എന്നാൽ ഫിസിക്സ്, ബയോളജി, എക്കണോമിക്സിന് വേണ്ടി, ശാസ്ത്രം പുരോഗമിക്കുന്നതിന് വേണ്ടി അവർ പണം മുടക്കാൻ തയ്യാറായിരുന്നില്ല. Here and there, new technologies were developed by uneducated craftsmen through the trial and error method. അപ്പോൾ ഇവിടെയാണ് അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ക്രാഫ്റ്റ്സ്മാൻ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ പലതരം ടെക്നോളജീസ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നിരുന്നത്. മോഡേൺ സ്റ്റേറ്റ്സ് ആസ്ക് their scientists to provide solutions in almost every area from energy to health to waste disposal. അതായത് പുതിയ പുതിയ എന്താ പറയുക സ്റ്റേറ്റ്സ് ഒക്കെ തന്നെ അവരുടെ സയൻറ്റിസ്റ്റിനോട് പറഞ്ഞിരുന്ന കാര്യം എല്ലാ ഏരിയയിലും നമുക്ക് സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം. എനർജീൻ്റെ, അതായത് ഊർജ്ജത്തിൻ്റെ കാര്യത്തിലായാലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും പിന്നെ വേസ്റ്റ് ഡിസ്പോസലിൻ്റെ കാര്യത്തിലായാലും ഇങ്ങനെ എല്ലാ മേഖലകളിലും നമുക്ക് പരിഹാരം കാണണം എന്നാണ് പറഞ്ഞത്. ടുഡേ ദർ ഇസ് മിലിറ്ററി ഇൻഡസ്ട്രിയൽ സയന്റിഫിക് കോംപ്ലക്സ്. നമുക്കിന്ന് കാണാൻ സാധിക്കും മിലിറ്ററി ഇൻഡസ്ട്രിയൽ സയന്റിഫിക്. ഇവരുടെ 3 പേരുടെയും ഒരു കൂട്ടായ്മ നമുക്ക് കാണാൻ സാധിക്കും. ബിക്കോസ് ടുഡേസ് വാർസ് ആർ സയന്റിഫിക് പ്രൊഡക്ഷൻ. ഇന്ന് കാണുന്ന ഈ യുദ്ധങ്ങളൊക്കെ തന്നെ സയന്റിഫിക് പ്രൊഡക്ഷൻസ്. അതുകൊണ്ട് ഇവരുടെ ഒരു കൂട്ടായ്മ നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ദ വേൾഡ്സ് മിലിറ്ററി ഫോഴ്സസ് ഇനീഷ്യേറ്റ് ഫണ്ട്സ് ആൻഡ് സ്റ്റിയർ എ ലാർജ് പാർട്ട് ഓഫ് ഹ്യൂമാനിറ്റീസ് സയന്റിഫിക് റിസർച്ച് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് വെൻ വേൾഡ് വാർ 1 വാസ് becoming interminable. Both sides
asked the scientists to break the deadlock. അതായത് ലോകത്തിലെ സൈനിക ശക്തികൾ മനുഷ്യരാശിയുടെ ശാസ്ത്രത്തിന്റെ വലിയൊരു ഭാഗം സ്റ്റാർട്ട് ചെയ്യുകയും അതിനുവേണ്ട ഫണ്ട് നൽകുകയും അതിനെ നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാര്യം പറയുന്നുണ്ട്. വെൻ വേൾഡ് വാർ 1 വാസ് ബിക്കമിങ് ഇന്റർമിനബിൾ, അതായത് ഒന്നാം ലോക മഹായുദ്ധം അതിന്റെ ആ ഒരു മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന സമയത്ത് രണ്ട് ഭാഗത്തുള്ള സയന്റിസ്റ്റുമാരോടും അത് ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യാനും ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. ദ സയന്റിസ്റ്റ് ദെൻ പ്രൊവൈഡഡ് കോമ്പാക്ട് എയർക്രാഫ്റ്റ്, പോയിസൺ ഗ്യാസ് ടാങ്ക്സ്, submarines, better machine guns, rifles and bombs. In World War II, science played a greater role. Americans developed the atomic bombs. Japan had vowed the fight to death, but it was the 2 atom bombs that were dropped on Hiroshima and Nagasaki that made Japan surrender. അതായത് അപ്പൊ ഈ ഒന്നാം ലോക മഹായുദ്ധം ഇങ്ങനെ ഒരു എന്താ പറയാ അവസാനമില്ലാതെ ഇങ്ങനെ നീണ്ടുപോയ അവസ്ഥയിലാണ് നമ്മൾ സയന്റിസ്റ്റിനോട് പറഞ്ഞത് അല്ലെ, അവിടെയുള്ള ശാസ്ത്രജ്ഞന്മാരുടെ അടുത്ത് പറഞ്ഞത് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനു വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശാസ്ത്രജ്ഞന്മാർ അപ്പോൾ യുദ്ധവിമാനങ്ങളും വിഷവാതകങ്ങളും ടാങ്കുകളും അന്തർവാഹിനികളും മെച്ചപ്പെട്ട പലതരം തോക്കുകളും ബോംബുകളും ഒക്കെ നിർമ്മിച്ചു കൊടുത്തത് ഈ സയന്റിസ്റ്റുകളാണ്. അങ്ങനെ നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധത്തില് ശാസ്ത്രത്തിന് അതിലും വലിയ പങ്കുണ്ടായിരുന്നു എന്നാ പറയണേ. അമേരിക്കക്കാർ ആറ്റം ബോംബ് ഉണ്ടാക്കിയ കാര്യമൊക്കെ നമുക്കറിയാം. മരണം വരെ അവർ യുദ്ധം ചെയ്യുമെന്ന് ശപഥം ചെയ്ത ജപ്പാൻകാർ പോലും 2 ബോംബ് ഇട്ട് കഴിഞ്ഞപ്പോൾ കീഴടങ്ങി എന്നും പറയുന്നു. ഓക്കെ, അതായത് നാഗസാക്കി ആൻഡ് ഹിരോഷിമയുടെ കാര്യമാണ് പറയുന്നത്. ജപ്പാൻ അവിടെ കീഴടങ്ങി എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ്സ് നമുക്ക് നോക്കാം. ഇത് ആക്ച്വലി നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിന്റെ കൺക്ലൂഷൻ ആയിട്ട് വരുന്ന പോയിന്റ്സ് ആണ് കേട്ടോ. ഇത്രയും നിങ്ങൾ ചാപ്റ്റർ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഞാൻ ഓർഡറിൽ തന്നെയാണ് പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ ഇനി പാഠം വായിച്ച സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിൽ തന്നെ എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിന്റെ കൺക്ലൂഷൻ പോലെ പറയുന്നു, പക്ഷേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. Science gives not only offensive weapons but also defensive ones. അതായത് സയൻസ് നമുക്ക് ഒഫൻസീവ് വെപ്പൺസ് മാത്രമല്ല ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സയൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. The Americans believe that the solution to terrorism is technological rather than political. പൊളിറ്റിക്കിനേക്കാളും ടെക്നോളജിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് വേണ്ടത് എന്നാണ് നമ്മുടെ അമേരിക്കക്കാര് വിശ്വസിക്കുന്ന ഒരു കാര്യം. ഇഫ് they fund nanotechnology research adequately, the USA can sent bionic flies to all the centers of the terrorist Afghanistan, Yemen and North Africa. അതായത് അതിൽ പറയുന്നത് നാനോ ടെക്നോളജിക്ക് അവർ ആവശ്യത്തിന് ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരെല്ലാം തന്നെ ഫ്ലൈസിനൊക്കെ ഉണ്ടാക്കിയിട്ട് ഭീകരവാദികളുടെ കേന്ദ്രങ്ങളായ അഫ്ഗാനിസ്ഥാൻ, യമൻ, നോർത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിലേക്ക് അയക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഫണ്ടില്ലാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പൊ ആവശ്യത്തിന് ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഇതൊക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇനി ആ സയന്റിസ്റ്റ് തന്നെ FMRI അതായത് ഫങ്ഷണൽ മാഗ്നറ്റിക് റിസൊണൻസ് ഇമേജിംഗ് സ്കാനേഴ്സ് ടു ബി പ്ലേസ്ഡ് അറ്റ് ദി എയർപോർട്ട്സ് ആൻഡ് ദേ വിൽ റെക്കഗ്നൈസ് ആംഗ്രി ആൻഡ് ഹേറ്റ്ഫുൾ തോട്ട്സ് ഇൻ പീപ്പിൾസ് ബ്രെയിൻ. അതായത് സയന്റിസ്റ്റുകൾ ഈ ഒരു FMRI സ്കാനറുകൾ നിർമ്മിച്ച് എല്ലാ എയർപോർട്ടുകളിലും സ്ഥാപിക്കും. അപ്പോൾ ആൾക്കാരുടെ ബ്രെയിനിലുള്ള എല്ലാവിധ എന്താ പറയുക വെറുപ്പിന്റെ ചിന്തകളൊക്കെ ഈ ഒരു സ്കാനറുകൾ ഒപ്പിയെടുക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അത്രയും വളർന്നു നമ്മുടെ സയൻസ് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. വി ആർ നോട്ട് ഷുവർ ഇഫ് ഇറ്റ് വിൽ ബി ഗുഡ് ടു ഡെവലപ്പ് ബയോണിക് ഫ്ലൈസ് ആൻഡ് തോട്ട് റീഡിംഗ് സ്കാനേഴ്സ് ബട്ട് ദ US is giving money to brain laboratories to work on them. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ബയോണിക് ഫ്ലൈസ് യൂസ് ചെയ്തുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ, യമൻ, നോർത്ത് ആഫ്രിക്കയിലോട്ട് വിടും എന്ന് പറഞ്ഞല്ലോ. അപ്പം അതും പിന്നെ ഈ ഒരു തോട്ട് റീഡിംഗ് സ്കാനേഴ്സ് മനുഷ്യന്മാരുടെ മനസ്സിലുള്ള ചീത്ത ചിന്തകള്, ദുഷ്ടചിന്തകളൊക്കെ തന്നെ റീഡ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു തോട്ട് റീഡിംഗ് സ്കാനേഴ്സ് ഒക്കെ എത്രത്തോളം ഗുണകരമായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഗുണകരമായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ അല്ലായിരിക്കാം. പക്ഷേ US ഇതിന് വേണ്ടിയിട്ടുള്ള പണം ലബോറട്ടറീസിൽ ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ള പണം ലബോറട്ടറീസിന് കൈമാറി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഒരു ശാസ്ത്രത്തിന്റെ വളർച്ചയും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഓവറോൾ ഇത്രയാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് പോയിന്റ്സ് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. ഇനി നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ അത്രയും തറായിട്ട് മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡു മോസ്റ്റ് പീപ്പിൾ ഹാവ് എ ഹാർഡ് ടൈം digesting
മോഡേൺ സയൻസ്. അതായത് ആധുനിക ശാസ്ത്രം മനസ്സിലാക്കാൻ മിക്കവാറും ജനങ്ങൾക്ക് സാധിക്കുന്നില്ല. അവർക്ക് അതൊന്നും പറയുമ്പോൾ ഡൈജസ്റ്റ് ആവുന്നില്ല. അതെന്തുകൊണ്ടാണെന്നാ ചോദിക്കുന്നത്. മോസ്റ്റ് പീപ്പിൾ ഹാവ് എ ഹാർഡ് ടൈം ഡൈജസ്റ്റിംഗ് മോഡേൺ സയൻസ് ബിക്കോസ് ഓഫ് ദി മാത്തമാറ്റിക്കൽ ലാംഗ്വേജ് ഇറ്റ് യൂസസ്. മെനി ഓഫ് us cannot understand quantum mechanics, cell biology or macroeconomic. അതായത് മോഡേൺ സയൻസ് കുറേ പേർക്കൊന്നും മനസ്സിലാവുന്നില്ല, അവർക്കൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് അതിൽ യൂസ് ചെയ്തിരിക്കുന്ന മാത്തമാറ്റിക്കൽ ലാംഗ്വേജ് കൊണ്ടും പിന്നെ അതിൽ എന്താ പറയുക ക്വാണ്ടം മെക്കാനിക്സും സെൽ ബയോളജിയും മൈക്രോ എക്കണോമിക്സും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അത് പറയുന്നത്. അപ്പോൾ ഇതൊന്നും സാധാരണക്കാർക്ക് മനസ്സിലാവണം എന്നില്ല. അടുത്തത്, വാട്ട് ഡസ് ഫ്രാൻസിസ് ബേക്കൺ മീൻ ബൈ നോളജ് ഇസ് പവർ? നോളജ് ഇസ് പവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫ്രാൻസിസ് ബേക്കൺ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബൈ സെയിങ് നോളജ് ഇസ് പവർ, ഫ്രാൻസിസ് ബേക്കൺ മീൻസ് ദാറ്റ് ദ ടെസ്റ്റ് ഓഫ് നോളജ് ഇസ് നോട്ട് വെദർ ഇറ്റ് ഇസ് ട്രൂ ബട്ട് വെദർ ഇറ്റ് എംപവേഴ്സ് us. ദ റിയൽ ടെസ്റ്റ് ഇസ് യൂട്ടിലിറ്റി. അതായത് ശരിയായ ടെസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഉപയോഗമാണ് എന്നാണ് അദ്ദേഹം ഇതിലൂടെ സിമ്പിളായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രാൻസിസ് ബേക്കൺ ഇത് ആർഗ്യൂ ചെയ്തിരുന്നത് അദ്ദേഹം തന്നെ എന്താ പറയുക പബ്ലിഷ് ചെയ്തിട്ടുള്ള മാനിഫെസ്റ്റോയില്, ദ ന്യൂ ഇൻസ്ട്രുമെന്റ് എന്ന മാനിഫെസ്റ്റോയിലാണ് നോളജ് ഇസ് പവർ എന്ന് 1620 ഫ്രാൻസിസ് ബേക്കൺ ആർഗ്യൂ ചെയ്തത്. ഓക്കെ, അപ്പൊ അതും കൂടി ഇതിന്റെ ഒപ്പം പഠിച്ചോളൂ കേട്ടോ. What are the new tools offered by science over centuries? എന്തൊക്കെയായിരുന്നു ന്യൂ ടൂൾസ്? The new tools offered by science over centuries are mental as well as technological. മെന്റലും ഉണ്ടായിരുന്നു, ടെക്നോളജിക്കലും ഉണ്ടായിരുന്നു. മെന്റൽ ടൂൾസ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? To predict death rates and economic growth. അടുത്ത ക്വസ്റ്റ്യൻ, what is the confusion between science and technology among people? ഇപ്പോഴും സയൻസ് ടെക്നോളജി ഒന്നാണോ? ഇവർ തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതാ ചോദിച്ചിട്ടുള്ളത്. The confusion between science and technology among people is that the connection between science and technology is so strong that many people hardly differentiate between them. Prior to 1500, science and technology were separate fields. അതായത് ശാസ്ത്രവും നമ്മുടെ ഈ ഒരു സാങ്കേതിക വിദ്യയും ഒന്നാണോ? ഇവർ തമ്മിൽ ഭയങ്കര ബന്ധമുണ്ടല്ലോ, അതുകൊണ്ട് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് ആളുകൾക്ക് സാധിച്ചിരുന്നില്ല. 1500 മുൻപ് ഈ ഒരു സയൻസും ടെക്നോളജിയും വേറെ വേറെ ഫീൽഡ് ആയിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നീട് 19th സെഞ്ചുറി ആയപ്പോഴാണ് ഇവർ കുറച്ചും കൂടി ക്ലോസർ ആയിട്ട് ടൈഡ് ടുഗെദർ ആയത്. ആ ഒരു 19th സെഞ്ചുറിയിലാണ്. Why do rulers finance educational institutions? Why do rulers finance? അതായത് ഭരണാധികാരികൾ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പൈസ ചെലവാക്കിയിരുന്നത്? Rulers finance educational institutions because they want to spread traditional knowledge to maintain the existing order. ആ ഒരു ട്രഡീഷണൽ കാര്യങ്ങളൊക്കെ തന്നെ നിലനിർത്താനും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുമാണ് അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇത്തരത്തിൽ എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങൾക്ക് പൈസ കൂടുതൽ മുടക്കിയിട്ടുണ്ടായിരുന്നത്. അവർ ഈ ഒരു ഫിസിക്സ്, എക്കണോമിക്സ്, ബയോളജിക്കൊന്നും വേണ്ടിയിട്ട് പൈസ ചെലവാക്കാൻ തയ്യാറായിരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ന്യൂ വണ്ടർ വെപ്പൺസ് ഇൻവെന്റഡ് ഡ്യൂറിങ് ദ ഫസ്റ്റ് വേൾഡ് വാർ? ഫസ്റ്റ് വേൾഡ് വാറിൽ നമ്മൾ സയന്റിസ്റ്റുകളുടെ അടുത്ത് പോയിട്ട് ഇനിയും കുറച്ചും കൂടി നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്ന് പറഞ്ഞപ്പോൾ അവർ തന്ന പുതിയ വെപ്പൺസ് എന്തൊക്കെയായിരുന്നു? അന്ന് ഫസ്റ്റ് വേൾഡ് വാർ സമയത്ത് ഇൻവെന്റ് ചെയ്തതായിരുന്നു കോമ്പാക്ട് എയർക്രാഫ്റ്റ്, പോയിസൺ ഗ്യാസ്, ടാങ്ക്സ്, സബ്മറൈൻസ്, ബെറ്റർ മെഷീൻ ഗൺസ്, റൈഫിൾസ് ആൻഡ് ബോംബ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ജർമ്മൻ സോൾജേഴ്സ് ആൻഡ് സിവിലിയൻസ് തോട്ട് നോട്ട് ഓൾ വാസ് ലോസ് ഡ്യൂറിങ് ദ സെക്കൻഡ് വേൾഡ് വാർ. അതായത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഈ ജർമ്മൻ പട്ടാളക്കാരും അവിടുത്തെ നാട്ടുകാരും വിചാരിച്ചിരുന്നത് അവർ തോൽക്കുകയില്ല എന്നാണ്. അപ്പം അതിന്റെ കാരണം എന്തായിരുന്നു? ജർമ്മനി കെപ്റ്റ് ഫൈറ്റിംഗ് ഓൺ ഈവൻ ദോ ദ ബ്രിട്ടീഷ്, അമേരിക്കൻ ആൻഡ് സോവിയറ്റ് ആർമീസ് were closing in, but the German soldiers and civilians thought not all was lost because they believed that German scientists were about to make difference with the so-called miracle weapons such as the V2 rocket and the jet-powered aircraft. അതായത് ജർമ്മൻ പട്ടാളക്കാരും നാട്ടുകാരും ചിന്തിച്ചിരുന്നത് അവരുടെ ശാസ്ത്രജ്ഞന്മാർ നിർമ്മിക്കാൻ പോകുന്ന അത്ഭുത ആയുധങ്ങളായ V2 റോക്കറ്റുകളും ജെറ്റ് വിമാനങ്ങളും ഇനിയും അവരെ രക്ഷിക്കും എന്നായിരുന്നു. പക്ഷെ അതിന് സാധിച്ചില്ലായിരുന്നു. അടുത്തത്, ഹൗ ക്യാൻ നാനോ ടെക്നോളജി ഫൈൻഡ് എ സൊല്യൂഷൻ ടു ടെററിസം? നാനോ ടെക്നോളജി ക്യാൻ ഫൈൻഡ് എ സൊല്യൂഷൻ ടു ടെററിസം by sending bionic spy flies to all centers of the terrorist of Afghanistan, Yemen and North Africa. പിന്നെ അതേപോലെ തന്നെ FMRI, അതായത് ആൾക്കാരുടെ മൈൻഡിലെ ആ ഒരു ഹേറ്റ്ഫുൾ തോട്ട്സ് റീഡ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണത്. അപ്പം ഇത് രണ്ടുമാണ് ടെററിസത്തിന് സൊല്യൂഷനായിട്ട് നാനോ ടെക്നോളജി ഫൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തത്,
വാട്ട് ഈസ് ദ സർപ്രൈസിംഗ്ലി റീസെന്റ് ഫിനോമിനൻ അബൌട്ട് സയൻസ് ആൻഡ് ടെക്നോളജി? സയൻസ് ആൻഡ് ടെക്നോളജിനെ കുറിച്ചുള്ള റീസെന്റ് ആയിട്ടുള്ള എന്താണ് ഒരു ഫിനോമിനനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ദ സർപ്രൈസിംഗ്ലി റീസെന്റ് ഫിനോമിനൻ അബൌട്ട് സയൻസ് ആൻഡ് ടെക്നോളജി ഇസ് ദ ഒബ്സഷൻ വിത്ത് മിലിറ്ററി ടെക്നോളജി ഫ്രം ടാങ്ക്സ് ടു ആറ്റം ബോംബ്സ് ടു സ്പൈ ഫ്ലൈസ്. അതായത് ടാങ്കുകൾ മുതൽ ആറ്റം ബോംബുകളിലേക്കും അവിടെ നിന്ന് ഇപ്പം ഈ ഒരു സ്പൈ ഫ്ലൈസിലേക്കും മാറി അല്ലേ. അപ്പം അതിനെക്കുറിച്ചാണ് ഒരു സർപ്രൈസിങ് ഫിനോമിനൻ ആയിട്ട് അവർ അതാണ് കരുതുന്നത്. അടുത്തത്, ഹൗ വാസ് ഗൺ പൗഡർ ഇൻവെന്റഡ്? എങ്ങനെയാണ് ഗൺ പൗഡർ ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്? ഇത് ഞാൻ ആ നോട്ടിൽ കൊടുത്തിട്ടില്ല, പക്ഷേ ക്വസ്റ്റൻ ആൻസേഴ്സിൽ ഉണ്ട്. അപ്പം അത് കൃത്യമായിട്ട് പഠിക്കുക. ഗൺ പൗഡർ വാസ് ഇൻവെന്റഡ് ഇൻ ചൈന ആക്സിഡന്റലി. അതായത് ഗൺ പൗഡർ കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ച് കണ്ടുപിടിച്ചതല്ല, വളരെ യാദൃശികമായി ഇത് കണ്ടുപിടിക്കപ്പെട്ടു പോയതാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഡയോണിസ്റ്റ് ആൽക്കെമിസ്റ്റ് സെർച്ചിങ് ഫോർ ദി എലക്സർ ഓഫ് ലൈഫ്. അതായത് അമൃത് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് അമൃത് കഴിച്ചു കഴിഞ്ഞാൽ മരണമില്ലാതെ ഇത് ഒരുപാട് നാൾ ജീവിക്കാൻ പറ്റുന്നല്ലേ പറയാ. അപ്പം അങ്ങനെ ഒരു സംഭവം കണ്ടുപിടിക്കായിരുന്നു നമ്മുടെ ചൈനയിൽ. അങ്ങനെ ആ ഒരു സംഭവം കണ്ടുപിടിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു ഗൺ പൗഡർ കണ്ടുപിടിക്കപ്പെട്ടു പോയതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഗൺ പൗഡർ ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ 2 മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ഷോർട്ടേജ് ആയിട്ടും എസ് ആയിട്ടും ഈ ഒരു ചാപ്റ്ററിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടും പിന്നെ സയൻസും ടെക്നോളജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വ്യക്തമാക്കിക്കൊണ്ടൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ, ഞാൻ ആദ്യം സ്ക്രീനിൽ കാണിച്ചിരുന്നതിൽ നിന്ന് എടുത്ത പോയിന്റ്സ് എഴുതി ഒരു പാരഗ്രാഫ് പോലെ ഉണ്ടാക്കിയാൽ മതി. എസ് ചോദിക്കാന്ന് വെച്ചാൽ ഞാൻ ആദ്യം കൊടുത്ത പോയിന്റ്സ് അങ്ങനെ തന്നെ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ, പിന്നെ ഇടയിൽ 3 ബോഡി പാരഗ്രാഫുകൾ, ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ പാരഗ്രാഫുകളായിട്ട് 5 പാരഗ്രാഫോ അല്ലെങ്കിൽ ഒരു 3 പാരഗ്രാഫിൻ്റെയോ എസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതാണ് നോളജ് ഈസ് പവർ എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ വളരെയധികം നിങ്ങൾക്ക് പഠിക്കാൻ തോന്നാത്ത രീതിയിലും ഭയങ്കര ടഫായിട്ടും തോന്നും, പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഈസി ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങളുടെ കമൻറ്റ്സ് പറയുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ. സോ താങ്ക് യു.